യുദ്ധം തുടങ്ങിയെന്ന് 33 ദിവസമാണ്. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന് എന്തെങ്കിലും സംഭവിച്ചോ, ദുബായിലെ റിയൽ എസ്റ്റേറ്റ് തകർന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അതുപോലെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ 11 വർഷമായി ദുബായിൽ. അപ്പോൾ എൻ്റെ ഇത്രനാളത്തെ എക്സ്പീരിയൻസിൽ കോവിഡ് സമയം അങ്ങനെ പല പല സിറ്റുവേഷനിലും റിയൽ എസ്റ്റേറ്റിന് ഒരുപാട് ഡൗൺഫോൾ വന്നിട്ടുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇതുവരെ ഒരു അനക്കം വന്നിട്ടില്ല. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, യുദ്ധത്തിന് മുമ്പ് ഫെബ്രുവരി 27 മുമ്പ് വരെ വന്നുകൊണ്ടിരുന്ന എൻക്വയറികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. അതല്ലാതെ പ്രോപ്പർട്ടി പ്രൈസ് കുറയുകയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ യുദ്ധം നീണ്ടുപോകാതിരിക്കുക എന്നുള്ളത് ദുബായിയുടെ മാത്രം ആവശ്യമല്ല, GCCയുടെ മാത്രം ആവശ്യമല്ല, എൻ്റയർ ഗ്ലോബ് എല്ലാവരുടെയും ആവശ്യമാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ആവശ്യമാണ് യുദ്ധം നീണ്ടുപോകാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിയൽ എസ്റ്റേറ്റിനെ മാത്രമായിട്ട് ഒരിക്കലും ഒരു തകർച്ചയില്ല. തകർച്ച എന്ന് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപോലെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. യുദ്ധം ഒരിക്കലും റിയൽ എസ്റ്റേറ്റിന് വേണ്ടി മാത്രം വരുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് നല്ല നല്ല ഡീൽസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓഫ് പ്ലാനിലായാലും ഒരുപാട് നല്ല നല്ല ഡീൽസ് ഇപ്പോൾ ദുബായിൽ അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ദുബായ് പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുന്ന ഒരാളാണ്, ഒരു നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം പ്രൈസ് കൂടി വരുമായിരുന്നു. ഈ ഒരു പ്രോബ്ലം ഉണ്ടായപ്പോൾ ഒരു കറക്ഷൻ പോലെ വന്നിട്ടുണ്ട്. കറക്ഷൻ ഇൻ ദ സെൻസ്, പ്രോപ്പർട്ടി പ്രൈസ് കുറഞ്ഞിട്ടില്ല, ഒരുപാട് ഓഫർ ഉണ്ട്. ലെറ്റ്സ് സേ ഒരു 1 മില്യൻ്റെ പ്രോപ്പർട്ടിക്ക് ഒരു 2 ലക്ഷം ദിർഹംസിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുന്നു. അപ്പോൾ പ്രോപ്പർട്ടി വാല്യൂ 8 ലക്ഷം ആയില്ലേ. അതായത് നാട്ടിൽ 1.5 കോടി രൂപ 2 കോടി രൂപ താഴെ ഇപ്പോഴും പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ പേയ്മെൻറ്റ് പ്ലാന് 50% ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ അടച്ച് ബാക്കി മോർഗേജ് ചെയ്യുന്ന ഓപ്ഷൻ നിന്ന് മാറി 20% അടച്ചിട്ട് ബാക്കി 80% മോർഗേജ് ചെയ്യുന്ന ഓപ്ഷനിലേക്കൊക്കെ ഇപ്പോൾ അതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അപ്പം ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട് ദുബായിലോ അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇത് റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, റൈറ്റ് ടൈമാണ്. കാരണം ഇതുപോലെ സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഓഫേഴ്സ് വന്നിരിക്കുന്നത്. ഈ ഓഫേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേയ്മെൻറ്റ് പ്ലാൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബാക്കി രാജ്യങ്ങൾ UK, കാനഡ ഒക്കെ പോലെ തന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബാക്കി മോർഗേജ് ചെയ്യാവുന്ന രീതിയിൽ, ആ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ 2 വർഷത്തോളം സമയം കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ പേയ്മെന്റ് പ്ലാൻ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പ്രോപ്പർട്ടി സെയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഒരുപാട് ഓഫേഴ്സുകളുണ്ട്. ആ സെയിൽ കുറയുമ്പോൾ ഡെവലപ്പേഴ്സിന് ആദ്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓഫറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ പേയ്മെന്റ് പ്ലാൻ ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാർക്കറ്റിനെ കൺവേർട്ട് ചെയ്യാനാണ് ഡെവലപ്പേഴ്സ് ശ്രമിക്കുക. അപ്പോൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ കാലങ്ങളായിട്ട് നോക്കുന്ന ഒരാളാണ്, ദുബായിലൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സിറ്റുവേഷൻ യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. പിന്നെ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ യുദ്ധം കാരണം ഇനി പ്രോപ്പർട്ടി ഇനിയും താഴേക്ക് പോകും, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റോക്ക് മാർക്കറ്റോ അങ്ങനത്തെ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സാധനമല്ല. ഇതൊരു റിയൽ അസറ്റാണ്, ഒരു ടാഞ്ചബിൾ അസറ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ ഒരുപാട് അങ്ങനെ കൂടുതലും കുറയലും സംഭവിക്കില്ല. കോവിഡ് സമയത്ത് കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ആളുകൾ എഡ്യൂക്കേറ്റഡ് അല്ല. ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ പോസിബിലിറ്റീസ് അറിയാം, ഇതിൻ്റെ ഫ്യൂച്ചർ അറിയാം, ഇതിൻ്റെ പാസ്റ്റ് അറിയാം, ഹിസ്റ്ററി ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചിട്ടെല്ലാം പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ ഐഡിയ ഉള്ളവർ വാങ്ങും, ഐഡിയ ഇല്ലാത്തവർ പിന്നെയും വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. റിയൽ എസ്റ്റേറ്റ് എന്നൊരു അസറ്റാണ്. അത് ഏത് രാജ്യത്തായാലും അസറ്റാണ്, നാട്ടിലായാലും ദുബായിലായാലും എവിടെയെങ്കിലും അസറ്റ് തന്നെയാണ്. ഒരിക്കലും അത് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ സംഭവിച്ചാലും ലോങ് ടൈമിലേക്ക് അതൊരു അസറ്റായിട്ട് തന്നെ നിൽക്കും. ദുബായ് പ്രോപ്പർട്ടി മാർക്കറ്റ് തകർന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വില്ല എന്ന് പറയുന്നത് ഒരു 25 മില്യൺ ദിർഹംസിൻ്റെ വില്ലയാണ്. ഇത് റൈറ്റ് നെക്സ്റ്റ് ടു DFC, ഡൗൺ ടൗൺ, ബിസിനസ് ബേ, ഷേഖ് സായദ് റോഡ്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ അടുത്തുള്ള ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയാണ്. MBR സിറ്റി എന്ന് പറയും, ഡിസ്ട്രിക്റ്റ് എന്ന് പറയും. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം, ഇത് ഡൗൺ ടൗൺ എന്ന് 5 മിനിറ്റ് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. ബുർജ് ഖലീഫയിൽ നിന്ന് ഇവിടുന്ന് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പൊതുവേ വില്ല കമ്മ്യൂണിറ്റികൾ, ടൗൺ ഹൗസ് കമ്മ്യൂണിറ്റികളൊക്കെ ഡൗൺ ടൗണിനൊക്കെ ഒരു 40 മിനിറ്റ് 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ടാവും. 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഡൗൺ ടൗണിൽ നിന്ന് ഈ വില്ലയിലേക്ക്. ഈ വില്ലയുടെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ 25 മില്യൺ ആണ്. 25 മില്യൺ എന്ന് പറഞ്ഞാൽ 50 കോടി രൂപ അടുപ്പിച്ച് വരും. ഈ വില്ല ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നപ്പോൾ ഇത് വില്ല എൻ്റെ ഒരു ക്ലയൻറ്റിന് തന്നെയാണ്, അത് സെല് ചെയ്യാണ്ടിരിക്കുവാണ്. ഇതൊരു 7000 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയയും ഒരു 6000 സ്ക്വയർ ഫീറ്റോളം പ്ലോട്ട് ഏരിയയും വരുന്നത്. അതായത് ഒരു നാട്ടിലെ 14 സെൻറ്റ് സ്ഥലവും ഒരു 7000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണിത്. അതൊരു കമ്മ്യൂണിറ്റിക്കകത്താണ്, ഡൗൺ ടൗണിന് അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ പഴയ വില ഇപ്പോഴത്തെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വില കുറഞ്ഞ ഓപ്ഷൻസും അവൈലബിൾ ആണ്. സാധാരണക്കാർക്ക് പറ്റിയ ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വോർ എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻഡസ്ട്രിയെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന സാധനമല്ല, അതൊരു രാജ്യത്തെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന സാധനമല്ല. ഒരു ചിലപ്പോൾ ആ റീജിയനെ മൊത്തം അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കണക്കുണ്ട്. അതായത് ഇവിടെ 33 ദിവസം യുദ്ധം നടന്നിട്ട് ഇവിടെ ഏകദേശം 2500ഓളം മിസൈലുകൾ UAE വന്നു. അതിൽ ആകെ മരിച്ചത് 12 പേരാണ്. ഇവിടുത്തെ റോഡുകളിൽ ഒരു ദിവസം അധികമുള്ള ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു വലിയൊരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ആകെ ഒരു ചെറിയ ഒരു പ്രോബ്ലം എയർപോർട്ടിലും
പിന്നെ ഫെയർമൗണ്ട് ഹോട്ടലിലും അതുപോലെ തന്നെ ബുർജ് അൽ അറബിലും ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് സംഭവിച്ചതല്ലാതെ വേറൊരു വലിയ പ്രോബ്ലം ദുബായിൽ സംഭവിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഈ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടി, റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. എപ്പോഴും ആളുകൾക്ക് തകരുന്നത് കാണാനാണ് ഇഷ്ടം, ഒന്നും ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് മനുഷ്യർക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യം തകർന്നു, ദുബായ് അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ തകർന്നാൽ അത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയിലായിരിക്കും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ നമ്മൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സിറ്റുവേഷനിൽ നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താമെന്ന് ആലോചിക്കുക. കാരണം ഇപ്പോൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരിക്കലും ഇതൊരു മോശം സമയമെന്ന് പറയില്ല. കാരണം രണ്ട് തരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി തള്ളിക്കളയുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. സേഫ് ആയിട്ടിരിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതല്ല ഒരു റിയൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത്. അപ്പം ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പാനിക് സിറ്റുവേഷൻ, ഒരു ക്രൈസിസ് വരുമ്പോൾ അതിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക, ആ ഓപ്പർച്യൂണിറ്റിയിൽ എൻകാഷ് ചെയ്യുന്നവരാണ് കറക്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിലും എൻട്രി പോയിന്റ് ഉണ്ട്, എക്സിറ്റ് ആൻഡ് എൻട്രി പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണെങ്കിലും എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ എൻ്റർ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ സേഫ് ആയിട്ട് പോയി വാങ്ങുന്നതല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാവരും വാങ്ങാൻ പേടിച്ച് നിൽക്കുന്ന സമയത്ത് അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ആ ഓപ്പർച്യൂണിറ്റി എൻകാഷ് ചെയ്യുന്നവർക്കാണ് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് പ്രൈസ് കൂടുതലായിരുന്നു ദുബായിൽ. റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരുപാട് പ്രൈസ് ഒരു 30-40% ഒക്കെ ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഹൈക്കിന് ഈ ഒരു വാർ കാരണം ചെറിയൊരു കറക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ആവും, സ്ലോ ഡൗൺ ആവും. ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. പ്രൈസ് കുറയില്ല, പക്ഷേ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അവെയിൽ ചെയ്യുക. വാർ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ ഇത് പിന്നെയും ബാക്ക് ടു നോർമൽ ആവും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. വേറൊരു കണക്കെന്താന്ന് പറഞ്ഞാൽ, ദുബായ് എന്ന് പറയുന്ന സിറ്റിയുടെ ടോട്ടൽ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഈ രാജ്യം മുൻപോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് 150 ബില്യൺ ആണ്. ദുബായിയുടെ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് 1800 ബില്യൺ ആണ്. അതായത് ഒരു വർഷം മൊത്തം യുദ്ധം നടന്നാലും ഈ രാജ്യം സുഗമമായിട്ട് മുമ്പോട്ട് പോകും. ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് വെച്ചിട്ട് ഇവിടെ ബാക്കിയുള്ള കാലം നടക്കാതിരിക്കുന്നില്ല, എല്ലാം നടക്കുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള മേജറായിട്ടുള്ള RTA അല്ലെങ്കിൽ എമിറേറ്റ്സ് അല്ലെങ്കിൽ ദുബായ് പോർട്ട് പോലെയുള്ള വലിയ വലിയ ജയൻ്റ് ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റീസിൻ്റെ ഒന്നും പ്രോഫിറ്റ് പറയാതെയാണ് ഞാൻ ഈ ചെറിയൊരു കണക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട് ഇന്ത്യ അല്ലെങ്കിൽ കേരളമൊക്കെ ഒരുപാട് കടത്തിലാണ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്ക 37 ട്രില്യൺ കടത്തിൽ നിൽക്കുമ്പോൾ UAE ഇത്രയും റിസർവ് ഫണ്ടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ബാങ്ക്സിൻ്റെ അസറ്റ് തന്നെ 4.7 ട്രില്യൺ ആണ്. അവരുടെ ഇമ്മീഡിയറ്റ് യൂസ് ചെയ്യാനുള്ള ഫണ്ട് എന്ന് പറയുന്നത് 800 ബില്യൺ ആണ്. അപ്പോൾ ഇത്രയും ഫണ്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ സീരിയസ് ആയിട്ടുള്ള അറ്റാക്ക് ഉണ്ടായാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കറക്ഷൻ കൂടുതൽ സംഭവിച്ചേക്കാം. ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പേടിക്കാം. ഇവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളിവിടെ, ഞാനിപ്പോൾ 11 വർഷമായി, നമുക്ക് ഈ രാജ്യമാണ് എല്ലാം തന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കണക്കെന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളികൾ, നമ്മൾ കേരളത്തിൻ്റെ GDPയുടെ 25-30% കേരളത്തിൻ്റെ GDP കവർ ചെയ്യുന്നത് NRI മണി കൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഒരു കഫറ്റീരിയ നിൽക്കുന്ന ഒരു സാധാരണ ഒരു തൊഴിലാളി മുതൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ വരെ നാട്ടിലേക്ക് പൈസ അയക്കുന്നതും കൂടെ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകുന്നത്, പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു രാജ്യത്തോട് ഒരു മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒന്നും ഒരിക്കലും നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കരുത്. ഈ രാജ്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അരി വേവുന്നതെന്ന് ആലോചിക്കുക. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഉടനെ അവസാനിച്ച് കഴിഞ്ഞാൽ ദുബായ് എപ്പോഴും സംഭവിക്കുന്ന പോലെ കഴിഞ്ഞ 5-6 തവണ കുവൈറ്റ് വാർ, ഗൾഫ് വാർ, കോവിഡ്, ഫ്ലഡ്, ഇതെല്ലാം കവർ ചെയ്ത് മുമ്പോട്ട് വന്ന ഗ്ലോബൽ ക്രൈസിസ്, 2008 ഗ്ലോബൽ ക്രൈസിസ് സമയത്താണ് ദുബായ് മെട്രോ, ദുബായ് ബുർജ് ഖലീഫ, അതുപോലെ തന്നെ പാം ജുമേറ, അതുപോലെ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ആ ക്രൈസിസ് സമയത്താണ് ദുബായ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് ഇതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, ആരെയും നിർബന്ധിക്കുന്നില്ല. പ്രോപ്പർട്ടി വാങ്ങിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. പല സിറ്റുവേഷനും പല കണക്കുകളും വെച്ച് നോക്കുമ്പോൾ ദുബായ് ഈസ് ഓൾവേസ് എ ഹെവൻ. നമ്മൾ അതിലൊരു ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ വാങ്ങിച്ച ആളുകളാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, ഇതിനൊരു സമയം കൊടുക്കുക. പ്രോപ്പർട്ടി ഇപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ദുബായിലെ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സഡൻ അപ്രീസിയേഷൻ, സഡൻ ഒരു റിട്ടേൺസിന് വേണ്ടിയിട്ടല്ല പ്രോപ്പർട്ടി വാങ്ങേണ്ടത്. ഇതിന് കുറച്ച് സമയം കൊടുക്കണം, ഒരു ഗ്രോത്തിന് സമയം കൊടുക്കണം. അങ്ങനെ സമയം കൊടുത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ പാനിക്കല്ല, ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞ് തിരിച്ചു വരുമെന്നൊരു വിശ്വാസം തന്നെയാണ്. എനിക്കും 6 പ്രോപ്പർട്ടീസ് ദുബായിലുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 4 മാസം മുമ്പ് കൂടി പ്രോപ്പർട്ടി വാങ്ങിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഇതിലൊന്നും ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല, വിൽക്കാനും പ്ലാനില്ല. ഇവിടെ മൊത്തം എന്തെങ്കിലും എന്ത് സംഭവിച്ചാൽ ലാസ്റ്റ് ഷെയ്ഖ് ഹംദാൻ എന്നോട് പറയുകയാണ്, സായി പോയി തരാമോ എന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, അല്ലാതെ ഇവിടുന്ന് പോകാനൊരു പ്ലാനും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ന്യൂസിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക, ഗ്ലോബൽ ന്യൂസുകൾ കാണുക. ഇപ്പോൾ NBC, സ്കൈ ന്യൂസ്, അതുപോലെ തന്നെ
നല്ല ലെജിറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഓതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ന്യൂസുകൾ മാത്രം കാണുക. മലയാളി ന്യൂസ് ചാനലുകളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ 10% മാത്രം ഇൻഫർമേഷനും 90% പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് ഇത് തകർന്നതും പാനിക് സിറ്റുവേഷൻ കാണുമ്പോൾ ആൾക്കാർ അതെന്താ സംഭവിക്കാൻ പോകുന്നത് സീരിയൽ പോലെയാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കാണാതിരിക്കുക. അപ്പോൾ നല്ലൊരു വില്ലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതുപോലുള്ള നല്ല വില്ലാസ്, നല്ല നല്ല പ്രോപ്പർട്ടീസ് ദുബായിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഫ്യൂച്ചർ എന്താണെന്ന് ആലോചിക്കാം. വാങ്ങാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരു കോൺവെർസേഷൻ ആവാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് റിയാലിറ്റി എന്നൊക്കെ ഉള്ളത് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വീണ്ടും കാണാം.